ഹലോ എൻ്റെ പൊന്നു കൂട്ടുകാരെ, നമ്മുടെ വർക്കല ശിവഗിരിയിൽ ഉത്സവം തുടങ്ങിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? മത്സ്യകന്യകയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഉത്സവത്തിന്റെ കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് കാണാം. ഇതാണ് നമ്മുടെ വർക്കല മൈതാനം, മട്ടിന്റെ മകള് ജംഗ്ഷൻ. ഇവിടെ മുതൽ അങ്ങോട്ട് ഉത്സവത്തിന്റെ പൊടിപ്പൂരല്ലേ. അപ്പോൾ ഇതാ 2025 ഡിസംബർ 29 രാത്രി നമ്മളിതാ വന്ന് കാഴ്ചകളൊക്കെ കാണുകയാണ്. ഉത്സവങ്ങളുടെ അവസാനവും ഉത്സവങ്ങളുടെ ആദ്യവും തുടങ്ങുന്നത് നമ്മുടെ വർക്കല ഈ ശിവഗിരിയിൽ നിന്ന് തന്നെയാണ്. അതായത് 2025 ഡിസംബർ 29, 30, 31 തീയതികളിലായിട്ട് തുടങ്ങുന്ന ഉത്സവം അവസാനിക്കുന്നത് ജനുവരി 1, 2, 3 ഇങ്ങനെ തീയതികളിലാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളെന്ന് പറയുന്നത് ഡിസംബർ 30, 31, ജനുവരി 1 ആണ്. ഈ ദിവസങ്ങളിലെ മെയിനായിട്ടുള്ള ഘോഷയാത്ര ദിവസം എന്ന് പറയുന്നത് ഡിസംബർ 31 എങ്കിലും ഈ 3 ദിവസങ്ങൾക്കും ഒരാഴ്ച മുമ്പും ഒരാഴ്ച ശേഷവും കടയും കച്ചവടങ്ങളും പ്രോഗ്രാംസും ഒക്കെ ഇതുപോലെ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നാൽ നമ്മുടെ ഈ ശിവഗിരിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഉത്സവങ്ങളുടെ അവസാനവും ഉത്സവങ്ങളുടെ തുടക്കവും ഇവിടെ നിന്ന് തന്നെ. അച്ഛനമ്മേനെ ഒഴിച്ച് എന്തും കിട്ടുമെന്ന് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. അത്രയ്ക്ക് സാധനങ്ങളാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഏത് വാങ്ങണം ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായി പോവും. ഒന്നും മേടിക്കണ്ട, കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു പോകണം എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എല്ലാ വർഷവും അങ്ങനെയൊക്കെ തന്നെയാണ് ആദ്യമൊക്കെ വന്ന് നോക്കുന്നത് കേട്ടാ. ഉത്സവ സമയമാകുമ്പോഴത്തേക്ക് മേടിക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇവിടെ വന്ന് ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. കൈ നിറച്ച് സാധനമായിട്ടേ തിരിച്ച് വീടെത്താൻ പറ്റൂ. എൻ്റെ അവസ്ഥ മാത്രമല്ല, നിങ്ങളാര് വന്ന് കണ്ടാലും മേടിച്ചു പോവും. അത്രയ്ക്ക് വിലക്കുറവിലാണ് ഇവിടെ സാധനങ്ങൾ കിട്ടുന്നത്. എൻ്റെ കാര്യം പറച്ചിൽ ശ്രദ്ധിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ കാഴ്ചകൾ കാണാൻ വിട്ടു പോകരുതേ. നമ്മളിതായി പോകുന്നതിൻ്റെ വലത് സൈഡ് ഫുള്ള് കച്ചവടക്കാരിരിക്കുന്നുണ്ട്. രാത്രിയും അതേപോലെ തന്നെ ലൈറ്റിൻ്റെ വെട്ടവും കൊണ്ടാണ് അവിടെ ഇരിക്കുന്ന കച്ചവടക്കാരെ ഒന്നും കാണാൻ പറ്റാത്തത്. നമ്മളിങ്ങനെ പോകുമ്പോൾ അങ്ങ് താഴെ അറ്റം വരെ ശിവഗിരി എത്തുന്നത് വരെയും കച്ചവടക്കാർ റോഡിൻ്റെ 2 സൈഡിൽ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശിവഗിരിയുടെ അവിടെ എത്തുന്ന സമയത്തും അവിടെയും അതിനകത്ത് വലിയൊരു ഗ്രൗണ്ടാണ്. അതിനകത്ത് ഫുള്ള് കടകളാണ്. നിങ്ങൾ അതിനകത്തുള്ള കടകളൊക്കെ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ കയറി കാണണം. അതിനകത്തൊക്കെ ശരിക്കും ഓഫറിട്ടാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന വിലയേക്കാളും കുറഞ്ഞ വിലയിലാണ് സാധനങ്ങൾ കിട്ടുന്നത്. അതൊക്കെ നിങ്ങളിതാ എൻ്റെ കൂടെ ഇങ്ങനെ വന്നോ കാണാം. ഇതാണ് നമ്മുടെ ശിവഗിരിയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം. ഈ ഓഡിറ്റോറിയത്തിൻ്റെ അകഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇപ്പോൾ പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇവിടെ നമ്മൾ വന്നെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ശിവഗിരിയുടെ മെയിനായിട്ടുള്ള വാതിൽ. ഇവിടെ നിന്നാണ് നമ്മൾ അകത്തോട്ട് കയറിപ്പോയി ശിവഗിരിയിലിരിക്കുന്ന ശിവഗിരി മഠവും എല്ലാം കാണേണ്ടത്. അതാ വലിയൊരു മരം കാണാം. ആ മരത്തിൽ ഫുള്ള് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇവിടുന്ന് ഇടതോട്ടും കടകൾ ഒരുപാടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കയറി ഇതിനകത്തുള്ള കടകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കടകളും കാഴ്ചകളും ഒക്കെ കാണുന്നതിന് മുമ്പ് ഈ കാണുന്ന മുൻവാതിലൂടെ നിങ്ങൾ ഏറ്റവും മുകളിലേക്ക് പോകണം. അവിടെയാണ് ശ്രീനാരായണ ഗുരു മഠം. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് അവിടെ കല്യാണ മണ്ഡപം കാണാം. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഉപയോഗിച്ചിരുന്ന റിക്ഷ കാണാം. ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം കാണാം. അവിടെയൊക്കെ കണ്ട് തൊഴുതിന് ശേഷമായിരിക്കണം നിങ്ങൾ കച്ചവടവും കാഴ്ചകളൊക്കെ കാണാനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമേ. പിന്നെ നമ്മുടെ വർക്കല ശിവേരിയിൽ വീഡിയോസിലൊക്കെ കൂടി വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആ മത്സ്യകന്യകയുടെ കൊട്ടാരമാണ് ഈ കാണുന്നത്. ഇവിടെ വന്ന് അതിൽ 80 രൂപയ്ക്ക് ടോക്കൺ എടുത്ത് അകത്തേക്ക് കയറണം. അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. എന്തായാലും ഗിരീഷന് കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും അതിലേക്ക് അകത്തോട്ടൊന്നും കയറിയില്ല. എന്തായാലും നമുക്കിനി ദിവസങ്ങളുണ്ട് ഇവിടെ വരെ. അപ്പോൾ എന്തായാലും ഞാനൊരു ദിവസം അതിനകത്ത് കയറും. അപ്പോൾ നിങ്ങൾക്ക് ആ കാഴ്ച ഷോർട്ടായിട്ടെങ്കിലും ഞാൻ ഇട്ട് തന്നേക്കാമേ. ആ മത്സ്യകന്യയുടെ തൊട്ടിപ്പുറത്തായിട്ട് ഈ കാണുന്ന 99, 69, പിന്നെ 200, 250 രൂപയ്ക്കൊക്കെയുള്ള സാധനങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാണുന്ന ഈ ഷൂസ്, അതുപോലെ തന്നെ നല്ല മോഡല് ലേഡീസിനുള്ള ചപ്പൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. ഇങ്ങനെ വില കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് പലരും ചിന്തിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകുന്നു. കാരണം ഒട്ടും ചീത്തയാവത്തില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടുന്ന് മേടിച്ച ഷൂസൊക്കെ ഇപ്പോഴും നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും അവിടെ വരുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കൊള്ളില്ല എന്ന് പറഞ്ഞ് ആരും മേടിക്കാതിരിക്കട്ടെ. നല്ല സാധനങ്ങൾ തന്നെയാണ്. ഇനി ഇതാണ് നമ്മുടെ ശിവഗിരിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഏറ്റവും വലിയ ഹാള്. ഭയങ്കര ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ആയിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചില്ലേ, അതിൻ്റെ അകമാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഗാനമേള നടക്കുമായിരുന്നു. നമ്മൾ കയറി കുറേ സമയം അവിടെ ഇരുന്ന് 2-3 പാട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി ഹാളാണ് കേട്ടോ. ഭയങ്കര വലിയ ഹാളെന്ന് വെച്ചാൽ ഇത്രയും വലിയ ഹാളിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. കഴിഞ്ഞ വർഷം വന്നിട്ട് ഞങ്ങൾ ഇതിനകത്ത് കയറാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞങ്ങൾ വരും, കാഴ്ചകളൊക്കെ കാണും, മേലൊക്കെ പോയിട്ടൊക്കെ ഇരിക്കും, എന്നിട്ടങ്ങ് പോവും. എന്തോ ഇതിനകത്ത് കയറിയില്ലായിരുന്നു, പുറത്ത് നിന്നുകൊണ്ട് കണ്ടിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇത്തവണ ഇതിനകത്ത് കയറി കുറേ സമയം ഇരുന്ന് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് ഒത്തിരി 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 ഇഷ്ടമായി.
ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും കടകളൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് എന്താ തിന്നാനും കുടിക്കാനൊന്നും ഒന്നും മേടിച്ചില്ലേന്നല്ലേ. നമ്മൾ തിന്നാനും കുടിക്കാനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കഴിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും വീഡിയോയിൽ കാണിച്ചില്ല എന്നേ ഉള്ളൂ. ഞാനുള്ള സത്യം പറയട്ടെ, എനിക്ക് ഈ പ്രോഗ്രാമുകളൊക്കെ കാണുന്നേക്കാൾ കൂടുതൽ കഴിക്കുക, കുടിക്കുക, ഇതൊക്കെ പിന്നെ കാഴ്ചകൾ കാണുക, ഇതൊക്കെയാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ഈ ഒരു ഹാളിനകത്ത് കയറി ഒരുപാട് സമയം പ്രോഗ്രാം കണ്ട് ഒരിടത്ത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് എനിക്ക് അത്ര തൃപ്തിയാവുന്നുള്ളൊരു കാര്യമല്ല. അതുകൊണ്ടാണ് ഒരു 2-3 പാട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അണ്ണനെ വിളിച്ചിട്ടുണ്ട്, പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അണ്ണനെ എന്തായാലും പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിറങ്ങി. എന്നാലും പിന്നെ ഒരുപാട് താമസിച്ചിട്ടാണ് നമ്മളിവിടുന്ന് തിരിച്ചു പോകുന്നത്. ഇനി ഞാൻ ഈ ഹാളിനകത്ത് കണ്ട ഭയങ്കര വലിയ ആരെയും പെട്ടെന്നൊന്ന് ആകർഷിക്കുന്ന ഒരു കുഞ്ഞ് അത്ഭുതകരവും കൂടിയാണെന്ന് പറയാം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ നോക്കി, വലിയൊരു ഫാൻ എന്ന് വെച്ചാൽ വലിയൊരു ഫാൻ. നിങ്ങൾക്ക് ഇതിൻ്റെ വലുപ്പം എത്രത്തോളം ഈ വീഡിയോയിൽ അറിയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഫാൻ കാണുന്നത് കേട്ടോ. എന്നാൽ നല്ല കാറ്റും ഉണ്ടായിരുന്നു. വലിയൊരു ഹാളാണെന്ന് പറഞ്ഞു കേട്ടതല്ല, ഈ ഹാളിൻ്റെ വലിപ്പം നിങ്ങൾ കാണുന്നില്ലല്ലേ. ഇനി കണ്ടോ, അങ്ങ് ബേക്കറ്റം വരെ ആളുണ്ട്. കണ്ടോ, ഒരുപാട് നീളവും വീതിയുള്ള വലിയൊരു ഹാളാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോഴിതാ നമ്മളൊരു ക്രിസ്മസിന് മുമ്പ് 2 ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് തൊട്ടേ എനിക്കിതാ ഈ നല്ല അടിപൊളി ഡയമണ്ട് ഗ്ലാസ്സുകളൊക്കെ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഗ്ലാസ്സുകൾ നമുക്ക് കുറേ മേടിക്കണമെന്ന്. അപ്പോൾ ഇന്നും ഗ്ലാസ് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഇവിടോട്ട് വന്നത്, വെറുതെ ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോഴാണ് നമ്മളൊരു സംഭവം അറിയുന്നത്. നമ്മൾ നേരത്തെ വന്നപ്പോൾ കണ്ട ഗ്ലാസ്സുകളൊന്നും അവിടെ ഇല്ല, ഫുള്ള് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കറുപ്പിൽ ഡിസൈനുള്ള അടിപൊളി ഒരു ഗ്ലാസ് കണ്ടു കേട്ടോ. അപ്പോൾ അതെടുത്ത് നോക്കിയപ്പോഴോ നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ പകുതി വിലയുള്ളൂ. പക്ഷേ അതൊരൊറ്റ പീസേ ഉള്ളെന്ന്, ബാക്കി ഫുള്ള് തീർന്നു എന്ന്. സത്യത്തിൽ ഇവിടുത്തെ ഉത്സവം തുടങ്ങുന്നത് 30, 31, 1 അപ്പോൾ ഇനി ഉത്സവം തുടങ്ങാൻ ഇനിയും ഉണ്ട് 2 ദിവസം. അപ്പോഴും വന്നു മറിയുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ ഇവർക്ക് എവിടെ കിട്ടും സാധനം എന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പോഴത്തേക്ക് ഇവരുടെ സാധനമൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഗ്ലാസ്സുകളങ്ങ് വാങ്ങി. അപ്പോൾ 1 സെറ്റും 2 സെറ്റൊന്നും അല്ല, എനിക്കിഷ്ടപ്പെട്ട ഒത്തിരി ഗ്ലാസ്സുകൾ ഞാനങ്ങ് മേടിച്ച്. കാരണം ഇനിയും നാളെ വരുമ്പോൾ നമ്മൾ മേടിക്കാമെന്ന് പറഞ്ഞിരുന്നാൽ ഇന്ന് വന്ന് നമ്മൾ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട സാധനം ആ ഗ്ലാസ്സുകളൊന്നും ഇനി നാളെ വരുമ്പോൾ എന്തായാലും ഇവിടെ കാണാൻ വഴിയില്ല. അപ്പോൾ ഈ ഗ്ലാസ് നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല രസമുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഈ ഗ്ലാസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെയും കണ്ടോ, നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന വിലയേക്കാളും കുറഞ്ഞ വിലയിലാണ് നമുക്കിവിടെ ഗ്ലാസ് തന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ആ വലിയ മരം കണ്ടില്ലേ മുൻവാതിലോട്ട് വരുന്ന, അതിൻ്റെ വലത്ത് സൈഡിലോട്ട് പോകുമ്പോൾ അതിനകത്ത് ഒത്തിരി കടകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പല സെക്ഷനിലും ഇങ്ങനെ ഗ്ലാസിൻ്റെ സെറ്റുകളുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന വലത്ത് സൈഡായിട്ടൊരു കടയുണ്ട്. അവിടെയാണ് ഒരുപാട് ഓഫറിന് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ വരുവാണെങ്കിൽ ഈ കട ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളൊന്ന് മേടിക്കുക. എന്തായാലും നല്ല വില കുറച്ചാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല നല്ല ഗ്ലാസ്സുകൾ. ഈ ഗ്ലാസ് ഈ ഒരൊറ്റ പീസേ ഉള്ളൂ എന്ന്, ബാക്കി ഫുള്ള് തീർന്നു എന്ന്. എന്തായാലും ഈ ഗ്ലാസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇവിടെ നിന്ന് ഒത്തിരി പേര് ഈ ഗ്ലാസ് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ അവരുടെ അടുത്ത് നോക്കുക, അവർ പറഞ്ഞ് അതിൻ്റെ പീസുകളെല്ലാം തീർന്നു പോയി എന്ന്. പിന്നെ ഇവിടെ കണ്ടോ, ഒരെണ്ണം 60 രൂപ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ഗ്ലാസ് 50 രൂപയ്ക്കൊക്കെയാണ് അവർ കൊടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ എഴുതി വെച്ചിരിക്കുന്നേക്കാളും വില കുറച്ച് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ നല്ല റേറ്റ് കുറച്ചിട്ടാണ് തരുന്നത് കേട്ടോ. ഇനി ഞാൻ നിങ്ങളുടെ അടുത്തൊരു രഹസ്യം പറഞ്ഞുതരാം. നമ്മൾ വർക്കലക്കാർ സാധാരണ ജനുവരി 1, 2 തീയതിയിലോട്ടാണ് ഇവിടെ സാധനം മേടിക്കാനായിട്ട് വരുന്നത്. അതായത് വർക്കലക്കാരുടെ ദിവസമാണ് ജനുവരി 1 എന്നാണ് പറയുന്നത്. കാരണം സാധനമൊക്കെ മേടിക്കാൻ നല്ല ലാഭത്തിൽ കിട്ടും. അപ്പോഴത്തേക്ക് ഇവിടുത്തെ ഉത്സവമൊക്കെ തീർന്നിട്ട് കടക്കാരെല്ലാം പറക്കി കെട്ടി പോകാൻ നിൽക്കുന്ന സമയമാണല്ലോ. അപ്പോഴത്തേക്ക് എല്ലാം കുറച്ചൊക്കെ കൊടുത്തിട്ട് പോകുന്നൊരു വിചാരമാണ് നമുക്ക് ഈ വർക്കലക്കാർക്ക്. അപ്പോൾ നമ്മളെല്ലാം കൂടെ ആ വർക്കലക്കാരുടെ ദിവസം എന്ന് പറഞ്ഞാണ് ആ ജനുവരി 1, 2 ഇങ്ങനെ ചെല്ലുന്നത് കേട്ടോ. പക്ഷേ സംഭവം ഇനി അങ്ങനെ ചെന്നിട്ട് ഒരു കാര്യമില്ല. കാരണം അവർ ആദ്യം തൊട്ടേ തന്നെ വില കുറച്ച് തന്നെയാണ് എല്ലാം കൊടുക്കുന്നത്. ലാസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെന്നാൽ അവിടെ ഒറ്റ സാധനവും കാണത്തില്ല. എല്ലാം വിറ്റ് ഇറക്കിയിട്ട് അവർ പറക്കി കെട്ടി പോയിട്ടുണ്ടാവും. അത്രയ്ക്ക് കച്ചവടം ഇത്തവണ നടക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനും കുറച്ച് നാളെങ്കിലും കച്ചവടം ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ കച്ചവടമൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഹരമാണ് കേട്ടോ. അത് കണ്ടു നിൽക്കാനും ആ കച്ചവടങ്ങൾ നടക്കുന്നത് കാണാനും അതുപോലെ തന്നെ അത് മേടിക്കാനും ഒക്കെ ഭയങ്കര 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 ഒരു ഇഷ്ടമാണ്. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു കച്ചവടം ചെയ്തിട്ടുള്ളവർക്ക് അതറിയായിരിക്കും. എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഞാൻ കച്ചവടത്തിൻ്റെയൊക്കെ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതായത് ഞാൻ കച്ചവടം ചെയ്യുന്ന വീഡിയോസ്. സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തിരിച്ച് വീട്ടിലോട്ട് പോകണം. വീട്ടിലോട്ട് പോകുമ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ടുപോകാം. കൃഷ്ണൻ്റെ നല്ല നല്ല ഭംഗിയുള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷെ അതൊന്നും നമ്മൾ മേടിച്ചില്ല. ഒന്നും മേടിക്കണ്ടെന്ന് പറഞ്ഞ് വന്ന് നമ്മളാണ്. പക്ഷേ കൈനിറച്ച് സാധനമായിട്ടാണ് പോണത്. കൈനിറച്ചെന്ന് വെച്ചാൽ എന്താ ഗ്ലാസ് സെറ്റുകളാണ് കൂടുതൽ മേടിച്ചത്. ഗ്ലാസ് സെറ്റുകൾ മാത്രമേ മേടിച്ചുള്ളൂ, വേറൊന്നും മേടിച്ചില്ല. പിന്നെ കൊച്ചുങ്ങൾ കഴിക്കാൻ കുറച്ച് സ്നാക്സ് പോപ്കോണൊക്കെ വേണമെന്ന് അവർ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് മേടിച്ച് പിന്നെ ഇനി ബാക്കിയൊക്കെ സാധനം നമ്മൾക്കങ്ങനെ കൂടുതലൊന്നും മേടിക്കാല്ല. ഇനി നമുക്ക് വരുമ്പോൾ കുറച്ച് കമ്മലുകളും പിന്നെ ബ്രേസ്ലെറ്റ് അങ്ങനെയുള്ള മുത്തിൻ്റെ സംഭവങ്ങൾ കുറച്ച് മേടിക്കണം. അത് നമുക്ക് നാളെ മറ്റന്നാളൊക്കെ വരുമ്പോൾ മേടിക്കാം. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഫുഡ് കൂടി കഴിച്ചിട്ട് പോകണം. അപ്പം ഇതിൻ്റെ ഏറ്റവും മുകളിൽ മട്ടിൻ്റെ മുകളിൽ ജംഗ്ഷൻ ഫസ്റ്റ് ഞാൻ കാണിച്ചില്ലേ, അവിടെ കാണുന്ന സ്ഥലത്ത് തന്നെ അവിടെ ചെറിയ തട്ടുകടകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വൃത്തിയുണ്ട്, നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കയറിയാണ് ഫുഡ് കഴിച്ചത്. നിങ്ങൾക്ക് ആ കട കാണിച്ചു തരാം. അപ്പോൾ ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ടെങ്കിൽ അവിടെ കയറി ഫുഡ് കഴിക്കാം. നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മളിത് ആദ്യം കണ്ട മട്ടിൻ്റെ മുകളിൽ ജംഗ്ഷനിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫസ്റ്റ് വലിയൊരു ആർച്ച് ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ, ശ്രീനാരായണ ഗുരുവിൻ്റെ വലിയ പിക്കോട് കൂടിയ, അതാണ് ഇതാ ഈ കാണുന്നത്. ഇവിടെ ഇടത് ഭാഗത്തായിട്ടാണ് ഞാൻ പറഞ്ഞ ആ തട്ടുകടകളെല്ലാം ഉള്ളത്. അവിടെ അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ നമ്മൾ കയറി ആ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ മണി 11 ഇനി വീട്ടിലേക്ക് പോവാം. അപ്പോൾ വർക്കലക്കാരിയായ ഞാൻ വർക്കല ശിവഗിരിയിലെ ഉത്സവം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. എല്ലാവരും വന്ന് വർക്കല ശിവഗിരിയും ഉത്സവങ്ങളും ഒക്കെ ആസ്വദിക്കുക. അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ എൻ്റെ ഒരു ലോങ് വീഡിയോ ആണിത്. അപ്പോൾ അടുത്ത വർഷം നല്ലൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഇതിനിടയ്ക്ക് ഷോട്ടൊക്കെ വരുന്നുണ്ട്. എല്ലാവരുടെയും ഫുള്ള് സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അത് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റുകളിട്ടൊക്കെ തന്നെ എന്നെ അറിയിച്ചാൽ മതി. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവരോടും ഓക്കെ ബൈ.